പാത്രിയർക്കീസിന് കൊടുക്കാനുള്ള ഷൽമൂസം ഇവിടെ നിന്ന് ഉടമ്പടി പത്രം എഴുതി രജിസ്റ്റർ ചെയ്ത് കൊണ്ട് സമർപ്പിക്കണം. അത് മറന്നുപോയി എന്ന് കളവ് പറഞ്ഞു. പാത്രിയർക്കീസ് പറഞ്ഞു സാരമില്ല, പിന്നെ മലങ്കര ഞാൻ വരുമ്പോൾ എഴുതി തന്നാൽ മതി. അവിടെ പോയി കരഞ്ഞു പറഞ്ഞു, അയ്യോ മറന്നുപോയി, ഞാനിപ്പോൾ എന്ത് ചെയ്യും, ഞാനിപ്പോൾ തന്നെ കടലിൽ ചാടും. കടലിലൊന്നും ചാടണ്ട, പട്ടം തന്നേക്കാം. അങ്ങനെയാണ് മെത്രാപ്പട്ടം മേടി. മലങ്കര സഭയിൽ നിന്ന് പാത്രിയർക്കീസ് ബാവയ്ക്ക് കൊടുക്കുന്ന അപേക്ഷയിൽ ഒരു അനുബന്ധ അപേക്ഷ വട്ടശ്ശേരി മെത്രാച്ചൻ അല്ലെന്ന് വട്ടശ്ശേരി മൽപ്പാൻ എഴുതി ഉണ്ടാക്കി. എന്താണ് അതിനകത്തെന്നറിയോ? അത് പറ്റില്ല എന്ന് പറഞ്ഞു. അതാണ് അബ്ദുള്ള പാത്രിയർക്കീസിനോട് വട്ടശ്ശേരിയിൽ ഗീവർഗീസ് മൽപ്പാൻ അല്ലെങ്കിൽ വട്ടശ്ശേരി ഗീവർഗീസ് തിരുമേനിക്ക് വട്ടശ്ശേരിയിൽ പുണ്യപുരുഷന് വൈരാഗ്യം വന്നതിന്റെ റൂട്ട് കാരണം. പരിമല തിരുമേനിയുടെ 3 വിലക്കുകളെ അവഗണിച്ചുകൊണ്ട് അക്കരെ സി ജെ കുര്യൻ തന്നിഷ്ടപ്രകാരം തിരഞ്ഞെടുപ്പ് നടത്തി. നവംബർ 2 പരിമല തിരുമേനി കാലം ചെയ്തു. ശ്രദ്ധിക്കണം, 1902 നവംബർ 2 പരിമല തിരുമേനി കാലം ചെയ്തു. 1903 അദ്ദേഹത്തിന്റെ ചരമവാർഷികം. നവംബർ 2 കഴിഞ്ഞ് നവംബർ 3 വട്ടശ്ശേരി മൽപ്പാൻ റംബാൻ സ്ഥാനം നേടിയെടുത്തു. പിന്നീട് വട്ടശ്ശേരിയുടെ യുഗമായിരുന്നു. അദ്ദേഹം മെത്രാൻ സ്ഥാനം സ്വീകരിക്കുവാൻ യെരുശലേമിലേക്ക് യാത്രയായി. ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വന്തം ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിന് വേണ്ടിയായിരുന്നു ഈ വട്ടശ്ശേരി മെത്രാൻ സ്ഥാനം സ്വീകരിച്ചത്. മലങ്കര സഭയുടെ അളവറ്റ സമ്പത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നയങ്ങളും നടപടികളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അദ്ദേഹത്തിന്റെ നയചാതുര്യവും എല്ലാം അതിനുവേണ്ടിയാണ്. വട്ടശ്ശേരിയിൽ ഗീവർഗീസ് 1876 ഒക്ടോബർ 12 പത്രോസ് പാത്രിക്കീസിൽ നിന്ന് പുതുപ്പള്ളി പള്ളിയിൽ വെച്ച് അദ്ദേഹം ശമാശി വട്ടം സ്വീകരിച്ചു. 1850 ജനുവരി 18 പരിമല തിരുമേനിയിൽ നിന്ന് കശീശ വട്ടം സ്വീകരിച്ചു. അപ്പൊ തന്നിൽ നിന്ന് കശീശ വട്ടം സ്വീകരിച്ച് തന്റെ സെമിനാരി മാനേജരായിട്ടൊക്കെ തന്റെ അടുത്ത് പ്രവർത്തിച്ച ഇദ്ദേഹം മെത്രാനാകുവാൻ യോഗ്യനല്ല, അദ്ദേഹത്തെ മെത്രാനാക്കിയാൽ സഭയ്ക്ക് ദോഷം മാത്രമേ വരുവുള്ളെന്ന് അദ്ദേഹത്തിന് മുൻകൂട്ടി അറിയാമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നീട് ഇവര് യെരുശലേമിലേക്ക് പോയി. യെരുശലേമിലേക്ക് മെത്രാൻ സ്ഥാനം വാങ്ങിക്കാൻ വേണ്ടി ഈ 2 പേര് പോവുകയാണ്. അപ്പോ വട്ടശ്ശേരി വേറൊരു സൂത്രം ചെയ്തു. കോട്ടയത്ത് യോഗം ചേർന്ന് 2 മെത്രാൻ സ്ഥാനികൾ, അതായത് പൊതുവിന്റെ മെത്രാന്മാർ, പ്രത്യേകിച്ച് ഒരു ഭദ്രാസനത്തിന് വേണ്ടിയല്ല, 2 മെത്രാന്മാരെ വാഴിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നാടൻ ഭാഷ പറഞ്ഞ ഇപ്പൊ സ്റ്റെപ്പിനി ടയർ എന്ന് പറഞ്ഞ് നമ്മുടെ ജീപ്പിൽ ഒരു ടയർ ഇരിപ്പുണ്ടെങ്കിൽ അത് ഏത് ടയറാ? 4 ടയറുണ്ട്. ഫ്രണ്ട് പാസഞ്ചർ സൈഡ് ഉണ്ട്, ഫ്രണ്ട് ഡ്രൈവർ സൈഡ് ഉണ്ട്, ബാക്ക് പാസഞ്ചർ സൈഡ് ഉണ്ട്, ബാക്ക് ഡ്രൈവർ സൈഡ് ഉണ്ട്. ഇപ്പൊ ഏത് ടയറാന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഏത് ടയർ ആദ്യം പഞ്ചാകുന്നോ ഈ ടയർ എടുത്ത് അങ്ങോട്ട് വെക്കും. അപ്പൊ അതിനെയാണ് സ്റ്റെപ്പിനി ടയർ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് അസൈൻ ചെയ്യാത്ത മെത്രാന്മാരായിട്ട് 2 മെത്രാന്മാരെ വാഴിച്ചിങ്ങോട്ട് തരണം എന്ന് സഭയിൽ നിന്ന് അപേക്ഷിക്കാം. അപ്പൊ വട്ടശ്ശേരിയിൽ ഗീവർഗീസ് മൽപ്പാൻ ഒരു സൂത്രം പ്രയോഗിച്ചു. വട്ടശ്ശേരിയിൽ ഗീവർഗീസ് മൽപ്പാനെ മലങ്കര മെത്രാപ്പോലിത്തായ പുലിക്കോട്ടിൽ ദീവന്നാസ്യോസിന്റെ സക്സസർ എന്നുകൂടെ സ്ഥാപിക്കാൻ തരണം എന്ന് പറഞ്ഞാൽ മലങ്കര സഭയിൽ നിന്ന് പാത്രിയർക്കീസ് ബാവയ്ക്ക് കൊടുക്കുന്ന അപേക്ഷയിൽ ഒരു അനുബന്ധ അപേക്ഷ വട്ടശ്ശേരി മെത്രാച്ചൻ അല്ലെന്ന് വട്ടശ്ശേരി മൽപ്പാൻ എഴുതി ഉണ്ടാക്കി. എന്താണ് അതിനകത്തെന്നറിയോ? ഇദ്ദേഹത്തെ മെത്രാനായിട്ട് വാഴിക്കുന്നതിനോടൊപ്പം മലങ്കര മെത്രാപ്പോലിത്തയായ പുലിക്കോട്ടിൽ ദീവന്നാസ്യോസിന്റെ സക്സസറാണ്, അനന്തരഗാമിയാണ്, അല്ലെ പിൻഗാമിയാണെന്നൂടെ പാത്രിയർക്കീസ് ഒരു സ്ഥാപിക്കാൻ കൊടുക്കും. വിചിത്രമായ ആവശ്യമാണ്. അവിടെ ചെന്ന് അത് തന്നെയല്ല, പാത്രിയർക്കീസിന് കൊടുക്കാനുള്ള ഷൽമൂസോ ഇവിടെ നിന്ന് ഉടമ്പടി പത്രം എഴുതി രജിസ്റ്റർ ചെയ്ത് കൊണ്ട് സമർപ്പിക്കണം. അത് മറന്നുപോയി എന്ന് കളവ് പറഞ്ഞു. പാത്രിയർക്കീസ് പറഞ്ഞു സാരമില്ല, പിന്നെ മലങ്കര ഞാൻ വരുമ്പോൾ എഴുതി തന്നാൽ മതി. അങ്ങനെ ഷൽമൂസോ ഇല്ലാതെയാണ് പട്ടം മേടിക്കുന്നത്. അയ്യോ അതൊക്കെ അവിടെ പോയി കരഞ്ഞു പറഞ്ഞു, അയ്യോ മറന്നുപോയി, ഞാനിപ്പോ എന്ത് ചെയ്യും, ഞാനിപ്പോ തന്നെ കടലിൽ ചാടും. കടലിലൊന്നും ചാടണ്ട, പട്ടം തന്നേക്കാം. അങ്ങനെയാണ് മെത്രാൻ മേടിക്കുന്നത്. അങ്ങനെ മെത്രാൻ പട്ടം മേടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇത് എഴുതുക. സ്ഥാപിക്കോൻ എഴുതുമ്പോഴേക്കും പുലിക്കോട്ടിൽ ദീവന്നാസ്യോസിന്റെ അനന്തരഗാമിയായി ഇവനെ നിയമിച്ചിരിക്കുന്നു. അപ്പോ അബ്ദുള്ള പാത്രിക്കീസ് പറഞ്ഞു അത് ബെറ്റർ, സക്സസർ എന്ന് വേണ്ട, അസിസ്റ്റന്റ്, സഹായി എന്ന് എഴുതിക്കും, കുഴപ്പമില്ല. മലങ്കര മെത്രാപ്പോലിത്തൻ അസിസ്റ്റന്റ് മലങ്കര മെട്രാപ്പോലിറ്റൻ ആ സ്ഥാനം സ്ഥാപിക്കാൻ തരാം, പക്ഷേ സക്സസർ എന്നെങ്ങനെയാണ് തരുന്നത്? അത് പറ്റില്ല എന്ന് പറഞ്ഞു. അതാണ് അബ്ദുള്ള പാത്രിയർക്കീസിനോട് വട്ടശ്ശേരിയിൽ ഗീവർഗീസ് മൽപ്പാൻ അല്ലെങ്കിൽ വട്ടശ്ശേരി ഗീവർഗീസ് തിരുമേനിക്ക് വട്ടശ്ശേരിയിൽ പുണ്യപുരുഷന് വൈരാഗ്യം വന്നതിന്റെ റൂട്ട് കാരണം. പിന്നീട് ഇവിടെ മലങ്കരയിൽ വന്നിട്ട് അധികം താമസിക്കാതെ പുലിക്കോട്ടിൽ ദീവന്നാസ്യോസ് കാലം ചെയ്തപ്പോൾ ഒരു തീരുമാനങ്ങളും ഇല്ലാതെ ഈ അകാനോനികമായി സ്വയം എന്ത് ചെയ്തു?
മലങ്കര മെത്രാപ്പോലിത്തയായി പ്രഖ്യാപിച്ചു. മലങ്കര മെത്രാപ്പോലിത്ത സ്ഥാനം ഇദ്ദേഹം കൈയേറി. ഇതേ തുടർന്നാണ് വട്ടശ്ശേരിയിൽ ദിവന്നാസ്യോസിനെ മുടക്കുന്നത്. ഇതാണ് വട്ടശ്ശേരി ദിവന്നാസ്യോസിന്റെ മുടക്ക് എന്ന് പറയുന്നത്. വട്ടശ്ശേരി മുടക്കപ്പെട്ടവനാണ്.